നമസ്കാരം. ഇന്ന് കർക്കിടക മാസത്തിലെ കറുത്തവാവാണ്. പിതൃക്കളുടെ ഏറ്റവും ബ്ലെസ്സിങ്സ് നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസമാണ്. അപ്പം നമ്മളോട് എന്താണ് പിതൃക്കൾക്ക് പറയാനുള്ളത്, അവരുടെ ബ്ലെസ്സിങ്സ് നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം. ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഇൻഫർമേഷൻ ആൻസിസ്റ്റേഴ്സിൻ്റെ ഒരു മുന്നറിയിപ്പ് പോലെ നമുക്ക് തരാനുണ്ടോ എന്ന് നമുക്ക് നോക്കാം. Seven of Wands, Six of Swords, Knight of Cups, ഡബിൾ കാർഡ് രണ്ടും കൂടെ ഒരുമിച്ചാണ് വന്നത്. അപ്പോൾ നൈറ്റ് ഓഫ് കപ്സും ഡബിൾ കാർഡും ഒരുമിച്ചാണ് വന്നത്. ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് സ്ട്രെങ്ത് ആണ്. ഇനി നമുക്കൊന്ന് ക്ലാരിറ്റി എടുക്കാം ഓരോ കാർഡിനും, അങ്ങനെ നോക്കാം എന്താണ്. നമുക്ക് സെവൻ ഓഫ് വൺസ് വന്നിരിക്കുന്നതിൻ്റെ ഒരു ക്ലാരിറ്റി എന്താണെന്ന് നോക്കാം. അതിൻ്റെ ക്ലാരിറ്റി ഫൈവ് ഓഫ് വൺസ്, ശരിക്കും അത് തന്നെയാണ്. ക്യൂൻ ഓഫ് വൺസ് ഒരു കാർഡ് എടുക്കാം. സെവൻ ഓഫ് പെൻറ്റക്കിൾസ്, ഇതാണ് ആ സെവൻ ഓഫ് വൺസിന് വന്നിരിക്കുന്ന ക്ലാരിറ്റി. നിങ്ങൾക്ക് കുറേ ശത്രുക്കളുണ്ട്. അത് നിങ്ങളുടെ വീട്ടിലായാലും പുറത്തായാലും ഒക്കെ നിങ്ങൾക്ക് കുറേ ശത്രുക്കളുണ്ടെന്നാണ് കാണിക്കുന്നത്. അത് നിങ്ങളുടെ ജോലിയിലാവാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ചില വ്യക്തികളായിരിക്കും. അങ്ങനെ കുറേ ശത്രുക്കളുടെ ഇടയിലാണ് നിങ്ങളെന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ജോലി ചെയ്യുന്നിടത്തായാലും പുറമേ ആയാലും പിന്നെ നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ കൂടുള്ളവരാണ് കൂടുതലും കാണിക്കുന്നത്. നിങ്ങൾക്ക് ശത്രുക്കളായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അവരുടെ കാര്യത്തിൽ നിങ്ങളൊരു തീരുമാനം എടുക്കുക ഈ ടൈമിൽ. പക്ഷേ ആ ഒരു തീരുമാനം എന്ന് വെച്ചാൽ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമായിരിക്കണം അത്. അല്ലാതെ ആ ഒരു വ്യക്തികളെ ബുദ്ധിമുട്ടിക്കുന്ന, അവരെ വിഷമിപ്പിക്കുന്ന തീരുമാനങ്ങളൊന്നും വേണ്ട. കാരണം അങ്ങനെ നമ്മളൊരു നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് ഡിവൈൻ്റെ ഭാഗത്തുനിന്നൊരു ദോഷം വരണ്ട. അതുകൊണ്ട് നമുക്ക് നല്ലതിന് വേണ്ടി ഒന്നീ ഇങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് മാറി നിൽക്കുക, അവരെ അകറ്റി നിർത്തുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസിഷൻ എടുക്കാൻ പറ്റും, അവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാത്ത രീതിയിൽ എന്തെങ്കിലും ഡിസിഷൻ എടുക്കാൻ പറ്റുമെങ്കിൽ അത് നടപ്പിലാക്കാൻ, നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാക്കാനാണ് നിങ്ങളോട് ആൻസിസ്റ്റേഴ്സിന് ഇപ്പോൾ പറയാനുള്ളത്. ഇവർ കൂടുള്ളിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയും കാണത്തില്ല. കാരണം നിങ്ങളുടെ ഒരു നല്ല കാര്യങ്ങളും ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് അവരുടെ ആ ഒരു നെഗറ്റീവ് ചിന്ത മൂലം നിങ്ങളെ താഴേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ രീതിയിലും ഫിനാൻഷ്യലി ആയാലും നിങ്ങളുടെ ജോലി സംബന്ധിച്ചും ഒക്കെ നിങ്ങൾക്ക് തടസ്സങ്ങളാണ് കാണിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റി നിർത്താൻ വേണ്ടി എന്തെങ്കിലും തീരുമാനം എടുക്കുക. അത് ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു ദേഷ്യം തോന്നിയിട്ടുള്ള തീരുമാനമായിരിക്കരുത്. നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കണം. പക്ഷേ മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളും ചെയ്യരുത്. അപ്പോൾ ഇതാണ് സെവൻ ഓഫ് വൺസ് വന്നേക്കുന്നതിൻ്റെ എനർജി. ക്ലാരിറ്റി കണ്ടല്ലോ. ഫൈവ് ഓഫ് വൺസും ക്യൂൻ ഓഫ് വൺസും സെവൻ ഓഫ് പെൻറ്റക്കിൾസും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക്, നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി തടസ്സം നിൽക്കുന്ന കുറേ വ്യക്തികളെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പം അത് മാറ്റുക എന്തായാലും, നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് സിക്സ് ഓഫ് സോഴ്സ് എന്താണെന്ന് നോക്കാം. സിക്സ് ഓഫ് സോഴ്സിന് എന്താണ് ഒരു ക്ലാരിറ്റി കിട്ടാൻ നോക്കാം നമുക്ക്. ആൻസിസ്റ്റേഴ്സ് നിങ്ങളോട് പറയുന്ന ഓരോ കാര്യങ്ങളായിട്ട് തന്നെ നിങ്ങളിത് എടുക്കുക കേട്ടോ. എയ്റ്റ് ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട്. ഫൈവ് ഓഫ് പെൻറ്റക്കിൾസ്, ഹെർമിറ്റ്. അപ്പം നിങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് വിഷമമുള്ളൊരു സിറ്റുവേഷൻ, അത് നിങ്ങളുടെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ആവാം, ഇല്ലെങ്കിൽ ഫിനാൻഷ്യലുള്ള ബുദ്ധിമുട്ടുകളാവാം. ആ ഒരു ദാരിദ്ര്യാവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്നെങ്കിൽ, പിന്നെ നെഗറ്റീവായ ചിന്തകൾ നിങ്ങളെ ഒരുപാട്, ചിലപ്പോൾ ഈ ഒരു എനർജി തന്നെ നിങ്ങൾ എത്തിയിട്ടുണ്ട്. കാരണം നമ്മൾ നെഗറ്റീവ് ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് മാത്രമേ എപ്പോഴും നടക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ചിന്തകൾ മൂലം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾ നിൽക്കുന്നെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഒരു മാറ്റം വരുന്നത്. അതാണ് സിക്സ് ഓഫ് സോഴ്സ് വന്നിരിക്കുന്നത്. ഡിവൈൻ ഇനിയും നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നു എന്നാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷവും സൗഭാഗ്യങ്ങളും ഒക്കെ നൽകി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇനിയും ജീവിതം മുമ്പോട്ട് പോകുന്ന എനർജിയാണ്. ഇപ്പം ആൻസിസ്റ്റേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നന്നായിട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഈ ഒരു സമയം നിങ്ങൾക്ക്. പിന്നെ നിങ്ങളുടെ ഒരു സോൾ പർപ്പസൊക്കെ തിരിച്ചറിയുന്നൊരു സമയമാണ്. ഹെർമിറ്റ് വന്നിരിക്കുന്നുണ്ട്. നിങ്ങൾ കൂടുതലൊരു സ്പിരിച്വാലിറ്റിയിലേക്ക് കണക്റ്റ് ആവുന്നൊരു സമയമാണ്. സ്പിരിച്വൽ പാത്തിൽ കൂടുതൽ ആ ഒരു സ്പിരിച്വലി എന്തെങ്കിലും കണക്ഷൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു മുമ്പോട്ട് പോക്കാണ് നിങ്ങളുടെ
സ്പിരിച്വലി ഉള്ളവർക്ക് നിങ്ങൾ അറിയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ, നിങ്ങൾ കൂടുതൽ അടുക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. പിന്നെ ഇനി സ്പിരിച്വലി ഒന്നും കണക്റ്റ് അല്ലാത്തവർക്ക് നിങ്ങളുടെ ജീവിതത്തിലെ വിഷമങ്ങൾ മാറി നിങ്ങൾക്ക് നല്ലൊരു ലൈഫിലേക്ക് നിങ്ങൾ കടക്കുന്നു എന്നാണ്. നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകും അതിലൂടെ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആഗ്രഹിച്ച ഒരു ലൈഫ് നിങ്ങൾക്ക് ഇനി ഡിവൈനായിട്ട് നിങ്ങൾക്ക് നൽകുന്നു എന്നാണ്. അപ്പോൾ ഒരു കഷ്ടതയൊക്കെ മാറിപ്പോകുന്നുണ്ട്. ഫിനാൻഷ്യലുള്ള ഇഷ്യൂസ് ഒക്കെ മാറി നിങ്ങൾക്ക് നല്ല ഒരു തരത്തിലേക്ക് നിങ്ങളുടെ ജീവിതം മാറുന്നു എന്നാണ്. അപ്പോൾ ഇതാണ് 6 ഓഫ് സോഴ്സ് വന്നേക്കുന്നത്. ഇനി നമുക്ക് നൈറ്റ് ഓഫ് കപ്സ് എന്താ നോക്കാം. നൈറ്റ് ഓഫ് കപ്സും ഡബിൾ കാർഡും ഒരുമിച്ചാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് എടുക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് വന്നിരിക്കുന്ന നൈറ്റ് ഓഫ് കപ്സിൻ്റെ 2 ഓഫ് വൺസ്, 10 ഓഫ് കപ്സ്, 8 ഓഫ് പെൻറ്റക്കിൾസ്. ഇത്രയാണ് നൈറ്റ് ഓഫ് കപ്സിനുള്ള ഒരു ക്ലാരിറ്റി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റിലേഷൻ, അതൊരു ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയായിട്ടൊരു അടുപ്പമോ അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ മെറിറ്റൽ അഫെയർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു റിലേഷനുള്ള വ്യക്തികൾക്ക് നിങ്ങൾക്ക് കൂടുതൽ ആ വ്യക്തിയെ വിശ്വസിക്കുകയും ഒരുപാട് അറ്റാച്ച്മെൻറ്റൊക്കെ ആയിരുന്നെങ്കിൽ ഈ ടൈമിൽ നിങ്ങൾക്ക് ആ ഒരു റിലേഷൻ മുമ്പോട്ട് കൊണ്ടുപോകണോ വേണ്ടതെന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ആവുന്നുണ്ട്. കാരണം ഇത് നല്ലതല്ല എൻ്റെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്നതെന്നൊരു തോന്നൽ വരുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഒരുപാട് ആ ഒരു വ്യക്തിയുടെ ഒരുപാട് അറ്റാച്ച്മെൻറ്റ് സ്നേഹമൊക്കെ കാണും. പക്ഷേ ആ ഒരു വ്യക്തിയിൽ തിരിച്ച് ഇതൊന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ സ്നേഹം, തിരിച്ചിങ്ങോട്ടൊന്നും ഇല്ല എന്നൊക്കെ ഒരു തോന്നലിൽ നിങ്ങളാകെ ഒരു കൺഫ്യൂഷൻ ആയിട്ടിരിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനത്തെ ഒരു റിലേഷൻ അല്ല, ഫാമിലി മെമ്പേഴ്സ് ഒന്നുമല്ല. അപ്പോൾ അതിൽ അതാണ് ആ ഒരു ഡബിൾ കാർഡ് വന്നിരിക്കുന്നത്. റിലേഷൻഷിപ്പ് സംബന്ധിച്ച് ഒരുപാട് ഓവറായിട്ട് അഡിക്ഷൻ ഉണ്ട് എന്നാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ഇത് നല്ല രീതിയിലല്ല പോകുന്നത്. മുമ്പോട്ട് പോകുന്നതോടെ നിങ്ങൾക്ക് വിഷമം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതിൽ നിന്ന് പിന്മാറാൻ തീരുമാനിക്കുന്നു എന്നാണ്. കാരണം ഫാമിലിയിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. 10 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഫാമിലിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ഫാമിലിയിൽ ഒരുപാട് സന്തോഷം കണ്ടെത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫാമിലിക്ക് വേണ്ടി ഇനിയിപ്പോൾ ജീവിക്കാം, അല്ലെങ്കിൽ ഫാമിലിയിൽ സന്തോഷം കണ്ടെത്തി അവർക്കും അതുപോലെ തന്നെ സ്നേഹവും സന്തോഷമൊക്കെ നൽകി നല്ല സന്തോഷത്തിൽ മുമ്പോട്ട് പോകണമെന്നൊക്കെ ആഗ്രഹിച്ച് നിങ്ങളങ്ങനെ തീരുമാനം എടുക്കുന്നതാണ്. 8 ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. നിങ്ങളുടെ ആ ഒരു ഐഡിയ, നിങ്ങളുടെ ആ ഒരു പ്ലാനിങ് നിങ്ങളുടെ ഫ്യൂച്ചറിന് നല്ലതാണ്. നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുമെന്നാണ്. കാരണം നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങളുടെ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ ഒരു വ്യക്തി ആ ഒരു പരിഗണന ഒന്നും നിങ്ങൾക്ക് തന്നിട്ടില്ലെങ്കിൽ, ഇനി നിങ്ങൾ ഫാമിലിയെ ശ്രദ്ധിക്കുകയും ഫാമിലിക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്ത് ചെയ്യുമ്പം നിങ്ങൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കും. നിങ്ങൾ ഒരുപാട് ബിസി ആയിരിക്കും. ഇങ്ങനത്തെ വേണ്ടാത്ത ചിന്തകളോ വിഷമങ്ങളോ ഒന്നും നിങ്ങളെ ഇനി അലട്ടത്തില്ല. നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യും. അതിലൂടെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ജോലിയുള്ളവരാണെങ്കിലും കൂടുതൽ ശ്രദ്ധിക്കും. ബിസിനസ്സൊക്കെ ഉള്ളവർക്ക് നല്ല രീതിയിൽ ഉയർച്ചയിലെത്തുമെന്നാണ്. ഫാമിലിയിൽ ഒരുപാട് സന്തോഷം വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നൈറ്റ് ഓഫ് കപ്സും ഡബിൾ കാർഡും ഒരുമിച്ച് വന്നേക്കുന്നതിൻ്റെ ഒരു മെസ്സേജ് ഇതാണ്. അപ്പം സിസ്റ്റേഴ്സ് പറയുന്നത്, ഇങ്ങനെയുള്ള വ്യക്തികളെ, അത് നമ്മളോട് ജെന്യൂനായൊരു സ്നേഹമാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ഇത് അങ്ങനെയല്ല, നിങ്ങൾക്ക് അങ്ങോട്ടൊരു അറ്റാച്ച്മെൻറ്റ് മാത്രമേ ഉള്ളൂ, അവർക്ക് തിരിച്ചില്ല എന്നാണ് കാണിക്കുന്നത്. അങ്ങനെ നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്ന എനർജിയാണ്, ജീവിതത്തിലെ സന്തോഷം കണ്ടെത്തുന്നതാണ്. അപ്പോൾ ഇതാണ്. ഇനി നമ്മൾ സ്ട്രെങ്ത്ത് നോക്കാൻ എന്താണ് ആ ബോട്ടം വന്നിരിക്കുന്നത്. സ്ട്രെങ്ത്തിന് എന്താണ് അവർക്ക് പറയാനുള്ളത്? നമ്മുടെ 4 ഓഫ് വൺസ് വന്നിട്ടുണ്ട്. പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ വീൽ ഓഫ് ഫോർച്യൂണും വന്നിട്ടുണ്ട്. നല്ല ധൈര്യത്തിൽ എല്ലാ കാര്യങ്ങളും നേരിട്ട് മുമ്പോട്ട് പോകാനാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് നിങ്ങളോട് പറയുന്നതാണ്, ധൈര്യത്തിൽ മുമ്പോട്ട് പോയിക്കോളൂ. ഒട്ടും ഭയമില്ലാതെ എങ്ങനെയാണ് പോകേണ്ടത് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ആ ഒരു വഴി നിങ്ങൾ തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. നിങ്ങൾക്കെല്ലാം നേടാൻ സാധിക്കും. ഞാൻ 4 ഓഫ് വൺസ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഫാമിലി മെമ്പേഴ്സൊക്കെ കൂടിയിട്ട് ഒരുപാട് സന്തോഷത്തോടിരിക്കാൻ സാധിക്കും. കാരണം ഫാമിലിയിൽ ചിലപ്പോൾ നിങ്ങളോട് കോണ്ടാക്റ്റൊന്നും ഇല്ലാത്ത, കുറച്ച് അകന്നിരിക്കുന്ന, എന്തെങ്കിലും പിണക്കങ്ങളോ ഒക്കെ ആയിട്ടുള്ള ആ ഒരു വ്യക്തികളെയൊക്കെ നിങ്ങൾ ചേർത്ത് നിർത്തുകയും അങ്ങനെ ഫാമിലിയിൽ സന്തോഷം തിരിച്ചു പിടിക്കുന്ന എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഫാമിലിയിലെ സന്തോഷം തിരിച്ചു വരുന്നതാണ്. പിന്നെ പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. കുറേ ഓഫർ വരുന്ന സമയമാണ് ജോലി സംബന്ധിച്ച് ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക്. നിങ്ങളുടെ
ആഗ്രഹം അനുസരിച്ച്, നിങ്ങളുടെ ആ ഒരു അനുസരിച്ച് നിങ്ങൾക്ക് എന്താണോ ഒരു കഴിവുകളുള്ളത്, ആ ഒരു കഴിവുകൾക്കനുസരിച്ചുള്ള ജോലി നിങ്ങൾക്ക് കിട്ടുന്നത്. അങ്ങനെ കുറേ ഓഫർ വരുന്ന സമയമാണ് ജോലിയിൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കൊണ്ടും വീൽ ഓഫ് ഫോർച്യൂണും വന്നിട്ടുണ്ട്. എല്ലാ അനുകൂലം നിൽക്കുന്ന സമയമാണ്. കൂടുതലും ബ്ലെസ്സിങ്സാണ്. നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞു നിൽക്കുകയാണ്. നിങ്ങളുടെ ഒരു ഹെർമിറ്റും വീൽ ഓഫ് ഫോർച്യൂണും എല്ലാം നിങ്ങൾക്ക് ശരിക്കും ബ്ലെസ്സിങ്സ് ഉണ്ട് ഈ ടൈമിൽ. നിങ്ങളുടെ പൂർവികന്മാരുടെ ഒക്കെ ബ്ലെസ്സിങ്സ് ഉണ്ട്. ഡിവൈൻ്റെ ബ്ലെസ്സിങ്സ് നന്നായിട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ, നിങ്ങളുടെ കഴിവുകൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്തിലാണ് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം, ഏത് ഒരു കാര്യം മുമ്പോട്ട് കൊണ്ടുവരാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ ഒരു ജോലി സംബന്ധിച്ചോ അല്ലെ ബിസിനസ്സൊക്കെ സംബന്ധിച്ചോ, അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ കൂടുതലും ശ്രദ്ധിക്കുക, മുമ്പോട്ട് പോവുക. നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന സമയമാണിത്. കൂടുതലും ജോലിക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്നപ്പോൾ ജോലി കിട്ടാനുള്ള എല്ലാ യോഗ്യതയുണ്ട്. നിങ്ങൾക്ക് ജോലി കിട്ടും. ഫിനാൻഷ്യലി നിങ്ങളുടെ കയ്യിലേക്ക് പൈസ വരുന്നതനുസരിച്ചാണ്. അപ്പോൾ ഇനി ആ ഒരു വരുന്ന പൈസകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഒരു നിയന്ത്രണത്തോടെ ഉപയോഗിക്കുക. അത് മാത്രമേ ഉള്ളൂ. ഒരു സ്ട്രെങ്ത്ത് വന്നുകൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് നല്ല ക്ഷമയോ ആത്മവിശ്വാസമോ കൂടുന്ന സമയമാണ്. ഏത് വെല്ലുവിളിയും പ്രതിസന്ധിയൊക്കെ മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കാരണം അത്രയും നല്ല കോൺഫിഡൻസ് ഉള്ളത് ഒരു സമയമാണ്. അത്രയും ബ്ലെസ്ഡാണ് നിങ്ങൾ ആ ഒരു ആത്മവിശ്വാസം നിങ്ങളെ മുമ്പോട്ട് നയിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഉയർച്ചയിലേക്ക് നിങ്ങളെ എത്തിക്കുമെന്നാണ്. പിന്നെ ഏതെങ്കിലും ഒരു ജെന്യൂനായ ഒരു പ്രണയമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊരു വിവാഹത്തിലേക്ക് മാറുന്ന ഒരു എനർജിയും കാണിക്കുന്നുണ്ട്. ജെന്യൂനായ സ്നേഹം നിങ്ങൾക്ക് ആത്മാർത്ഥയോടാണെങ്കിൽ നിങ്ങളോട് നിൽക്കുന്നെങ്കിൽ അങ്ങനെയുള്ള റിലേഷനൊക്കെ ഒരു മാരേജിലേക്ക് വഴിമാറുന്ന എനർജിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ എനർജി. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.